അസ്സലാമലൈക്കും. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് മദ്രസയിലെ 5ാം ക്ലാസ്സിലെ മദ്രസയിലെ തജ്വീദിലെ ഒന്നാമത്തെ പാഠമായ അൽ ഖുർആനുൽ കരീം എന്ന പാഠമാണ്. ഖുർആൻ നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹുവിൻ്റെ കലാമും വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആനുൽ കരീം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മോജിസത്തുമാണ് ഖുർആൻ. ആ ഖുർആനിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പ് 5ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളിലെ പാഠഭാഗങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ കാണാം. തജ്വീദിലെ ഒന്നാമത്തെ പാഠമാണ് അൽ ഖുർആനുൽ കരീം. ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ? ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഗ്രന്ഥമാണ്. ആ ഒരു ഖുർആനിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ പാഠത്തിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. നാം താമസിക്കുന്ന വീടും നമുക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും വസ്ത്രവും മറ്റെല്ലാ സൗകര്യങ്ങളും നൽകി പരിപാലിക്കുന്നവനാണ് സർവശക്തനായ അള്ളാഹു. നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് നൽകിയിട്ട് നമ്മെ പരിപാലിക്കുന്നവനാണ് ആര്? അള്ളാഹു അല്ലെ. അവന്റെ കലാമായ വിശുദ്ധ ഗ്രന്ഥമാണ് അൽ ഖുർആനുൽ കരീം. നമ്മൾ സാധാരണ ചിലപ്പോൾ മദ്രസയിലൊക്കെ മുസ്ഹഫ് ഖുർആൻ എന്നൊക്കെയല്ലേ ഇതിനെ പറയുന്നത് അല്ലേ, നമ്മുടെ ഖുർആനെ പറയുന്നത്. ഇത് ആരുടെ കലാമാണ്? അള്ളാഹുവിൻ്റെ കലാമാണ്. കലാമായ വിശുദ്ധ ഗ്രന്ഥമാണ് ഫുർഖാനുൽ കരീം, അല്ലെങ്കിൽ ഫുർഖാൻ അല്ലെങ്കിൽ അൽ ഖുർആനുൽ കരീം. സർവർക്കും വഴികാട്ടിയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിക്കപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിലോ ഖുർആനുൽ കരീം, അങ്ങനെ പല പേരുകളിൽ ഉണ്ട്. അപ്പോൾ ആർക്കാണ് അവതരിക്കപ്പെട്ടത്? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് അവതരിപ്പിക്കപ്പെട്ടത്. എന്ത്? പരിശുദ്ധ ഖുർആൻ. നമ്മൾ മുൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ഓരോ നബിമാർക്കും ഓരോ ഗ്രന്ഥങ്ങൾ, മൂസ അലൈഹി ഇസ്ലാം, ഈസ അലൈഹി ഇസ്ലാം, ദാവൂദ് അലൈഹി ഇസ്ലാം, അങ്ങനെ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, അതൊക്കെ നമ്മൾ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടില്ലേ. അതുപോലെ മുസഫ് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മൂജിസത്തുമാണ്. ഏത്? അൽ ഖുർആനുൽ കരീം, നമ്മുടെ മുസഫ് എന്ന് പറയുന്ന ഖുർആൻ. ആരുടെ മൂജിസത്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂജിസത്ത്. ആർക്കാണ് ഇറക്കപ്പെട്ടത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി. ആർക്ക് വഴികാട്ടിയായിട്ട്? സർവർക്കും വഴികാട്ടിയായിട്ട്. ഇനിയോ ഈ മുസഫിന്റെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഖുർആനെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. റമലാൻ മാസത്തിൽ മക്കയിലെ ഹിറാ ഗുഹയിലാണ് വിശുദ്ധ ഖുർആൻ അവതരണത്തിന്റെ തുടക്കം. എവിടെയായിരുന്നു? ഇത് ഓർമ്മിച്ചു വെക്കണം. റമലാൻ മാസത്തിൽ മക്കയിലെ ഹിറാ ഗുഹയിൽ. റമലാൻ മാസം മക്ക ഹിറാ ഗുഹ, അവിടെയാണ് വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന്റെ തുടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അപ്പോൾ 40 വയസ്സായിരുന്നു. എപ്പോഴ്? വിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സായിരുന്നു. റമദാൻ മാസം മക്ക ഹിറാ ഗുഹ, വിശുദ്ധ ഖുർആൻ 40 വയസ്സ്. തുടർന്ന് 23 വർഷത്തിനിടയ്ക്ക് വിവിധ ഘട്ടങ്ങളിലായി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാരായണം ചെയ്തു കേൾപ്പിച്ചാണ് ഖുർആനിന്റെ അവതരണം. ആദ്യം എങ്ങനെയായിരുന്നു വിശുദ്ധ ഖുർആന്റെ അവതരണം? റമളാൻ മാസത്തിൽ മക്കയിലെ ഹിറാ ഗുഹയിൽ വെച്ചിട്ട് ഒരു ആയത്ത് അവതരിച്ചു. പിന്നെ 23 വർഷത്തിനിടയ്ക്ക് വിവിധ ഘട്ടങ്ങളിലായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ആ ഖുർആനിന്റെ ബാക്കി ഭാഗങ്ങൾ അവതരിക്കപ്പെട്ടു. അത് ആരായിരുന്നു അവതരിച്ചു കൊടുത്തത്, കേൾപ്പിച്ചു കൊടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹി ഇസ്ലാം ആയിരുന്നു. ആരുടെ നിർദ്ദേശപ്രകാരം? അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം. ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും ഓരോ മുസ്ലിമിനും അനിവാര്യമാണ്. ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും. ഖുർആന് നമ്മൾക്ക് നിസ്കാരത്തിനും മറ്റെല്ലാ ഇബാദത്തിനും നമുക്ക് എന്താണ്? ഖുർആന് അത്യാവശ്യമാണ്. അത് നമ്മൾ പഠിക്കലും പിന്നെയോ പാരായണം ചെയ്യലും ഓരോ മുസ്ലിമിനും അനിവാര്യമായിട്ടുള്ള കാര്യവുമാണ്. ഖുർആനിന്റെ പ്രത്യേകതകൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ പറയാൻ വേണ്ടി പറ്റും. ഖുർആനിൽ 114 സൂറത്തുകളാണ് ഉള്ളത്. പാരായണ സൗകര്യത്തിന് ഖുർആൻ 30 ജുസു ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 114 സൂറത്തുകളിൽ ഇനി ഈ ഒരു 114 സൂറത്തിനെ
തരംതിരിച്ചിട്ടുണ്ട്. അതിൽ 114 സൂറത്തിൽ 86ഓളം സൂറത്തുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് മക്ക ജീവിതകാലത്ത് അവതരിക്കപ്പെട്ടതാണ്. ഈ ഒരു സൂറത്തിനെ മക്കിയ എന്ന് പറയുന്നു. എന്താണ് മക്കിയ എന്ന് ചോദിച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് മക്ക ജീവിതകാലത്ത് അവതരിപ്പിക്കപ്പെട്ട 86 സൂറത്തുകളാണ് മക്കിയ എന്ന് പറയുന്നത്. ഇനിയോ ബാക്കി 28 എണ്ണം മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം ഇറങ്ങിയ സൂറത്തുകളാണ്. അവക്ക് സൂറത്ത് മദനിയ എന്നാണ് പറയുന്നത്. അപ്പൊ മക്കിയായ സൂറത്തും മദനിയായ സൂറത്തും. മക്കിയ എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് മക്ക ജീവിതകാലത്ത് അവതരിക്കപ്പെട്ടതും, മദനിയ എന്താണ്, മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം ഇറങ്ങിയ സൂറത്തുകളുമാണ്. അതിന്റെ എണ്ണവും നിങ്ങൾ ഓർത്ത് വെക്കണം. വിവിധ ഘട്ടങ്ങളിലായി വേർതിരിക്കപ്പെട്ട ആയത്തുകൾ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസ്ഹഫ്. വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ഖുർആന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കേൾപ്പിച്ചു കൊടുത്തതും അത് ഇറക്കിയതും. അപ്പോൾ അതിനെ ക്രോഡീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിച്ച് ആക്കി. അത് ക്രോഡീകരിക്കപ്പെട്ട് അതിനെയാണ് എന്ത് പറയുന്നത്, മുസഫ് എന്ന് പറയുന്നത്. മുസഫിന് മറ്റൊരു പേരാണ് ഖുർആനിന് അൽ ഫുർഖാനുൽ അലീം എന്നും പേരുണ്ട്. എന്തൊക്കെയാണ് പേരുകള്? മുസഫ്, പിന്നെ അൽ ഫുർഖാനുൽ അലീം. മുസഫ്, ഖുർആൻ, ഫുർഖാനുൽ അലീം എന്നൊക്കെ നമ്മൾ പറയല്ലേ. മുസഫ് എന്നാണ് തോന്നുന്നു സാധാരണ കുട്ടികള് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതില് പഠിക്കാനായിട്ടുള്ളത് ഖുർആനിനെ പറ്റിയിട്ടാണ്. ഖുർആന് ആരുടെ മൂജിസത്താണ് ഖുർആന്, ആരുടെ കലാമാണ് ഖുർആന്, ഖുർആൻ എങ്ങനെയാണ് അവതരിക്കപ്പെട്ടത്, എത്ര ഘട്ടങ്ങളിലായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്, പിന്നെ ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട്, ഖുർആനിൽ 2 തരംതിരിച്ചിട്ടുള്ള എന്തൊക്കെയാണ്, മക്കിയയും മദനിയയും എന്താണ്, പിന്നെ ഖുർആന്റെ മറ്റൊരു പേരെന്താണ്, ഇതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി ഇതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, താഴെ കൊടുത്ത പദസൂര്യനിൽ നിന്ന് ഖുർആനിന്റെ പ്രത്യേകതകൾ ചേർത്ത് പറയാം. ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദസൂര്യനാണ് അല്ലെ ഖുർആന്. ഖുർആനിൽ എന്തൊക്കെയുണ്ട്? ഖുർആനിൽ 114 സൂറത്ത്. പിന്നെയോ ജിബ്രീൽ അലൈഹിസ്സലാം ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആന് കേൾപ്പിച്ച് കൊടുത്തത്. പിന്നെയോ ഖുർആനിലെ സൂറത്തുകൾ മക്കിയ 86, മദനിയ 28 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ സൂറത്തുകളെ. ഖുർആന് റമദാൻ മാസമാണ് ഇറങ്ങിയത്. ഖുർആൻ അവതരിക്കുമ്പോൾ നബിയുടെ വയസ്സ് 40. 23 വർഷം കൊണ്ടാണ് ഖുർആന് മുഴുവനായിട്ട് ഇറങ്ങിയത്. പിന്നെയോ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. അപ്പൊ ഖുർആനുമായി ബന്ധപ്പെട്ട ഈ പദസൂര്യൻ ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രവർത്തനം നോക്കാം. ഉത്തരം കണ്ടെത്താം. എന്താണ് ചോദ്യം? കലാം എന്നാൽ എന്ത്? എന്താണ് കലാം? അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം അല്ലെ. കലാം എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം. അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം എന്താണ്? കലാം. നമ്മൾക്ക് ഈ പാഠത്തിന്റെ ഇങ്ങോട്ടേക്ക് മറിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉത്തരം കാണാൻ വേണ്ടി സാധിക്കും. അതെവിടെ കണ്ടോ? അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഗ്രന്ഥമാണ് ഫുർഖാനുൽ അലീം. അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഖുർആനുൽ കരീം എന്ന് പറയാം. അതല്ല, എന്താണ് അള്ളാഹുവിന്റെ കലാം എന്ന് വെച്ചാൽ അവന്റെ കലാമായ വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആനുൽ കരീം. ഈ ചോദ്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. കലാം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിനാണ് കലാം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ കലാം എന്താണെന്ന് ചോദിച്ചാൽ ഖുർആനുൽ കരീം എന്നും പറയാം. ഓക്കെ, കലാം എന്നാൽ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരത്തിന് പറയുന്നതാണ് അള്ളാഹുവിന്റെ കലാം എന്നത്. ഇനി നമുക്ക് മുസഫ് എന്നാൽ എന്ത് എന്നുള്ള ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം ഈ ഒരു പേജിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഉണ്ട്. വിവിധ ഘട്ടങ്ങളിലായി അവതരിക്കപ്പെട്ട ആയത്തുകൾ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസ്ഹഫ്. അതാണ് അതിന്റെ രണ്ടാമത്തതിന്റെ ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം നമ്മുടെ
ഖുർആനിൻ്റെ മറ്റൊരു പേര് എന്താണ്? എന്താണ് ഖുർആനിൻ്റെ മറ്റൊരു പേര്? അതും ഇവിടെ തന്നെ ഉണ്ട്, ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഫുർഖാനുൽ അലീം. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തും എന്താണ്? ഖുർആൻ തന്നെയാണ്. അതിവിടെ പരിശുദ്ധ ഖുർആനാണ്. അതിവിടെ നിങ്ങൾക്ക് വായിച്ച് കണ്ടാൽ മനസ്സിലാവും. വഴികാട്ടി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് ഖുർആനിലെ അവസാന 9 സൂറത്തുകളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവസാന 9 സൂറത്തുകൾ എന്തൊക്കെയാണ്? നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇതാണല്ലോ അവസാനം വരുന്നത് അല്ലേ? അവസാനം നാസ്, ഫലഖ്, ഇഖ്ലാസ്, മസർ, നസർ, കാഫിർ, കൗസർ, മാഊൻ, ഖുറൈഷ്. ഇതൊക്കെയാണ് ഖുർആനിലെ അവസാനത്തെ 9 സൂറത്തുകളുടെ പേരുകൾ. പിന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് കൂട്ടുകാരോടൊപ്പം ചർച്ച ചെയ്ത് പ്രധാന പോയിന്റ് നോട്ട് ചെയ്യൂ എന്നാണ്. ഇത് നിങ്ങൾ ക്ലാസ് വർക്കാണ്. സ്വന്തമായി ഒരു മുസഹഫ് ജീവിതത്തിൽ കൂട്ടുകാരനെ പോലെ കൂടെ ഉണ്ടാവണം. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മുസഹഫ് ഒരു കൂട്ടുകാരനെ പോലെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്? അതും നമ്മുടെ നിത്യജീവിതത്തിൽ. അപ്പം നമ്മളത് ക്ലാസ്സിൽ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് പ്രധാന പോയിന്റുകൾ എഴുതാണ് വേണ്ടത്. നമുക്ക് ഇഹലോകത്തും പരലോകത്തും ആവശ്യമായിട്ടുള്ളതാണ് എന്ത്? ഖുർആൻ അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത മറ്റ് ഉപകാരപ്രദമായ വീഡിയോസിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.